നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനാ ഫോൺ എടുത്തത്. പക്ഷെ കൂടുതൽ സംസാരിച്ചത് അമിതവാ. പേഷ്യന്റിന് അടുപ്പവും അമിതത്തോടായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ സംസാരിച്ചില്ലേ? ഷെൽട്ടറിന്റെ കാര്യവും വെറുതെ അലഞ്ഞു തിരിഞ്ഞ് അപകടത്തിൽപ്പെടരുതെന്നൊക്കെ. അതൊക്കെ ഞാൻ പറഞ്ഞു. ഷെൽട്ടർ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു. പിന്നെ ശരത് സാറിന്റെ നമ്പർ ചോദിച്ചു. ആ, അതറിയില്ലായിരിക്കും. ഞാൻ ഇടയ്ക്ക് നമ്പർ മാറ്റാറുണ്ടല്ലോ. എന്നിട്ട് നീ നമ്പർ കൊടുത്തു. അത് നന്നായി. ഇനിയിപ്പോ എന്നെ വിളിക്കുമായിരിക്കുമല്ലോ. അപ്പോ കേരളത്തിൽ എവിടെയാണ് അവരുള്ളത്? ഏതൊരു ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത്. അവരിനി ഇങ്ങോട്ട് വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ കൂടുതൽ നേരം സംസാരിക്കണം. ഫോണിലൂടെ ഒരു കൗൺസിലിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറ്റിയ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കണം. ഒട്ടും ദേഷ്യപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. ഞാനും നിങ്ങളുമെല്ലാം അവര് പോയതിൽ വിഷമിച്ചിരിക്കുകയെന്ന് പറയണം. പറയാം. വരാൻ സമ്മതം പറഞ്ഞ വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ ചെന്ന് കൂട്ടിക്കൊണ്ട് വരികയോ എന്താന്ന് വെച്ചാൽ ചെയ്തേക്കണം. അതിനുള്ള ചെലവ് എന്താന്ന് വെച്ചാ ഞാൻ തന്നോളാം. അല്ല ശരസ, ഇത്രമാത്രം ആശങ്കപ്പെടാനും അവർക്ക് വേണ്ടി കണക്കില്ലാതെ പൈസ ചെലവാക്കാനും ശരസാറിന്റെ ആരാ അവര്? എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ലല്ലോ. തൽക്കാലം ഡോക്ടർ അതേപ്പറ്റി ചിന്തിച്ച് തല പോയിക്കണ്ട. ഞാൻ പറഞ്ഞു വെച്ച്. അല്ല, ശരത്ത് മോൻ ഇന്ന് തന്നെ വരുമോ? ആ, വരുന്ന പറഞ്ഞത്. തിരക്ക് പിടിച്ച ഓട്ടോ അല്ലേ കൊച്ചിന്? അല്ല, നമ്മൾ എന്നത്തേക്കാ മോളെ കൊണ്ടുവന്നേ? ഈ മാസം അവസാനം. അത് ശരത്തേട്ടന് ഉറപ്പ് പറഞ്ഞതാ. അവിടുത്തെ എന്തൊക്കെയോ ചില പേപ്പറുകൾ ശരിയാക്കാനുണ്ട്. അതാ പോയത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു AC വണ്ടി പിടിച്ചങ്ങ് പോകാം. പോകുന്ന വഴിക്ക് രാമേശ്വരവും ധനുഷ്കോടിയും ഒക്കെ ഒന്ന് സന്ദർശിച്ചു വരാം. എന്റെ ശംഖ് ഒന്നുകൂടെ ഒന്ന് പൂജിക്കണം. ഞാനും ശരത്തുമോനോട് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. അതൊക്കെ ശരത്തേട്ടൻ കൊണ്ടുപോയിരിക്കും. എവിടൊക്കെ പോണെന്ന് പറഞ്ഞാ മതി. വേറൊന്നിനും അല്ലെന്നേ, നമ്മുടെ ജ്യോതിശാലയം തുടങ്ങുമ്പോ ഈ ശംഖിനൊരു ശാക്തിക പ്രക്രിയ നടത്തണം. ഇപ്പോ നല്ല പവർ ഉണ്ട്, എന്നാലും ആ പവർ ഒന്നുകൂടെ ഒന്ന് കൂട്ടിയെടുക്കണം. നീ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. സോമ, ഈ ജ്യോതിശാലയത്തിന്റെ ഉദ്ഘാടനത്തിനും കാര്യത്തിനും ഒന്നും ആ ദേവിക പൂതത്തിനെ കൂടുതൽ അടുപ്പിക്കണ്ട. അവളെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കാവുന്നോ ഉദ്ഘാടനത്തിന് കൂടാവുന്നോ ഒക്കെ പറയുന്നത് കേട്ടിരുന്നല്ലോ. എന്ത് കാര്യത്തിനാ? ഒന്നാമതേ വിധവ, അങ്ങനെയുള്ളവളെയാണോ ദൈവിക കാര്യത്തിന് മുമ്പിൽ നിർത്തുന്നേ? അത് ഞാനൊരു തന്ത്രം പ്രയോഗിച്ചതല്ലേ വലിയക്ക. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാള് നമുക്ക് ശത്രുവായി നിൽക്കുമ്പോ പുറത്തു നിന്നുള്ള കസ്റ്റമേഴ്സിന് നമ്മളിൽ വിശ്വാസമില്ലാതെ വരും. അതുണ്ടാവാതിരിക്കാനാ ഞാൻ ഈ തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. ഈ ഫ്ലക്സ് അടിച്ചപ്പോ മനോഹരന്റെ ഒരു പടം വെച്ചില്ലയോ, അതും അതിനു വേണ്ടി തന്നെയാ. പക്ഷേ മനോഹരൻ അത് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞ നല്ലൊരു വട്ടപ്പൊട്ടും തൊട്ട് ഒരു നേരിയതും പുറപ്പിച്ചു കഴിഞ്ഞ മനോഹരന് എന്നാ ഒരു ജ്യോതിഷി ലുക്ക അല്ലേ പോളെ? അത് ശരിയാ. പക്ഷേ സിദ്ധി വേണം എന്നെ പോലെ. എങ്കിലല്ലേ കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റൂ. ജ്യോതിഷം പഠിച്ചെടുക്കാനൊക്കെ പറ്റും. ഇപ്പൊ ഇഷ്ടം പോലെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട് അതിന്. ഈ പറയുന്ന വയറുകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ നമുക്ക് ദൈവികമായി കിട്ടുന്ന സിദ്ധിയാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇടിമിന്നലിൽ നിന്ന് എനിക്ക് സിദ്ധി കിട്ടിയത്. പിന്നെ ഘോര വനാന്തരങ്ങളിൽ ഞാൻ തപസ് ചെയ്ത് നേടിയ സിദ്ധി. ഞാനൊരു ഐഡിയ പറയാം. പറ. പറഞ്ഞോനെ, ആ പെണ്ണില്ലേ, ആ പ്രേമ, അവരെ വിളിച്ച് വിളക്കങ്ങ് കത്തിപ്പിക്കേ. ഒന്നുമില്ലെങ്കിലും അവർക്ക് ഒരുപാട് വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതാ. അപ്പോ അവരെ വിളിച്ചാൽ നമുക്കത് ഗുണം ചെയ്യും. അത് ശരിയാ.
ഭാമിനി അമ്മച്ചി ഈ പറഞ്ഞ ഐഡിയ നല്ലതാണെന്നാ എനിക്കും തോന്നുന്നു. പ്രേമിച്ചി അല്ലെങ്കിലും ഇത്തിരി പൊങ്ങച്ചക്കാരിയ. ഒന്ന് വിളിച്ച് ഉദ്ഘാടകയൊക്കെ ആക്കി കഴിഞ്ഞാ പിന്നെ പബ്ലിസിറ്റിയുടെ കാര്യം പ്രേമിച്ച് നോക്കിക്കോളും. അത് ശരിയാ. പക്ഷേ ആ വക്കീൽ അറിഞ്ഞ അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അതിന് വേണ്ടതൊക്കെ പ്രേമിച്ച് ചെയ്തോളൂ. എന്നാലും കാര്യം ഇവിടെ അറിയുമ്പോ ദേവിക തന്നെ വക്കീലിനെ വിളിച്ചറിയിക്കുമല്ലോ. അതൊന്നും ഇപ്പൊ ഓർത്ത് നമ്മൾ തല പുണ്ണാക്കണ്ട. വക്കീലിപ്പോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ പ്രേമിച്ചിക്ക് വാശി കൂടത്തേ ഉള്ളൂ. പ്രേമിച്ചി കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് വേണ്ട മാർക്കറ്റിംഗ് എല്ലാം ചെയ്തു തരുകയും ചെയ്യും. ആ വഴിക്കും ഒന്ന് ആലോചിക്കാവുന്നതാണ്. എന്തായാലും ശരത്മവും വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ചടങ്ങിലേക്ക് കടക്കാം. അച്ഛനെന്താ ഒന്നും പറയാത്തെ? ഞാൻ എന്തായാലും ഇറങ്ങാൻ തുടങ്ങുവാ. നീ ഇറങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നിടത്ത് അച്ഛനെ എന്തു പറയാനാ? അവള് നിന്നോടല്ല സംസാരിച്ചതും അനുവാദം ചോദിച്ചതും അച്ഛനോടാ. ധൃതി പിടിച്ചിപ്പോൾ ഒരു യാത്ര വേണമായിരുന്നു സിദ്ധു. അവൾ അവിടെ സ്ഥിരതാമസത്തിനൊന്നും അല്ലല്ലോ അച്ഛ പോകുന്നത്. ഒരാഴ്ചത്തേക്കല്ലേ. അവൾ ഒരാഴ്ച ഇവിടെ നിൽക്കുന്നു, കുറച്ച് ഫ്രണ്ട്സിനെ കാണുന്നു, 1-2 IT കമ്പനി പോയി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ അല്ല, ജസ്റ്റ് CV. ആ CV എങ്കിൽ CV, TV എങ്കിൽ TV. അല്ല, കൊടുത്തിട്ടാ പിന്നെ അവര് ജോലിക്ക് വിളിച്ചോളൂല്ലോ. അത് കഴിഞ്ഞ് അവളിങ്ങി തിരിച്ചു വരൂ അച്ഛാ. ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. ഉടനെ ഒരു ജോലി കൂടിയെത്തിരുന്ന സിലുവിന് നിർബന്ധമാണെങ്കിൽ ഇവിടെ എങ്ങനെ നോക്കിയാ പോരെ? ഞാൻ റെഡിയാക്കാം. വേണ്ട, സിദ്ധുവേട്ടൻ ബുദ്ധിമുട്ടണ്ട. എനിക്ക് വേണ്ട പ്രൊഫഷനും ജോബും ഒക്കെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം. പിന്നല്ലാതെ പെമ്പിള്ളേര് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. സില്ലു പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയുമായി. എന്നാലും ഒരെന്നാലും ഇല്ല. എന്താ, നിനക്ക് മാത്രമേ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുള്ളോ? ആ, അത് കൊള്ളാലോ. അച്ഛാ പറയ്. നീ എങ്ങനെയാ പോകുന്നത്? ഫ്ലൈറ്റിനാ. ട്രെയിൻ യാത്ര എനിക്ക് വയ്യ. ആകാശ് എയറിന് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഓ, അത്രയ്ക്കൊക്കെ പുരോഗമിച്ചോ? ഒറ്റയ്ക്ക് പറക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി അച്ഛന്റെ അനുവാദം പ്രത്യേകിച്ച് എന്തിനാ? നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. ചിറക് മുളച്ച പാടെ ആദ്യം പറഞ്ഞത് നീയല്ലേ. പ്രേമേ, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. സില്ലു പോയിട്ട് വാ. സൂക്ഷിക്കണം. അതെ, മറ്റൊരു സ്റ്റേറ്റിലേക്കാ പോകുന്നേ. അതിന് അവള് പോകുന്നത് നരഭോജിക്കാട്ടിലേക്കല്ല, ബാംഗ്ലൂർ സിറ്റിയിലേക്കാ. അച്ഛന് വയ്യാതായി വരികയാണ്. നീ കൂടി എന്നെ വിഷമിപ്പിക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? ആയച്ചാ, ഞാൻ സൂക്ഷിച്ചു പോയി വന്നോളാം. പൈസയൊക്കെ ആവശ്യത്തിന് കയ്യിലുണ്ടല്ലോ അല്ലേ? ആ, ഉവ്വ്. അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അച്ഛാ. ആ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ചേട്ടച്ചനെ വിളിച്ചാ മതിയേ. ചേട്ടച്ചനെ സൂക്ഷിക്കണേ. ആ, പിന്നെ സമയമുണ്ടെങ്കിലേ നീ JP നഗർ വഴി ഒന്ന് പോണേ. അല്ല, ധനലക്ഷ്മി ബാങ്കിലേ നമ്മുടെ ധനം ഏത് ലക്ഷ്മിയാ കൊണ്ടുപോയെന്നൊന്ന് നോക്കാമല്ലോ. ആ, നീ ഇറങ്ങാൻ നോക്ക്. എന്തൊക്കെയുണ്ട് ദേവികേ വിശേഷം? നിന്റെ തണ്ണിമത്തൻ തോട്ടത്തിലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞോടാ? സൂര്യകാന്തി പൂക്കളൊക്കെ എന്ത് പറയുന്നു?
സൂര്യകാന്തി പൂക്കളോട് ഞാൻ അങ്ങനെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കല്യാണ ശേഷമുള്ള ഫോട്ടോഷൂട്ടിന്. നിന്റെ ശവോടക്കിനും പറ്റും. ഓ ഭയങ്കരം. അല്ല, നിന്റെ നിരഞ്ജൻ ഡോക്ടർക്ക് എങ്ങനെയുണ്ടീ? ഊർധം വലിച്ചു തുടങ്ങിയോ? നീ ഉൾപ്പെടുന്ന ഒരു അസുരഗണം ഇവിടെ ഉള്ളപ്പോ ദേവഗണത്തിൽപ്പെടുന്ന ഒരാൾക്ക് പെട്ടെന്നങ്ങ് കളം വിടാൻ പറ്റോടാ ശരത്തെ? എന്താണ് പ്രസന്റ് കണ്ടീഷൻ? എണീറ്റിരുന്ന് പൊടിയേരിക്കഞ്ഞി കുടിക്കാൻ പറ്റുമോ? അതോ ഗ്ലൂക്കോസും കയറ്റി ഒരേ മലക്കടപ്പാന്നോ? അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങും. അത് കഴിഞ്ഞ് ബാക്കി. അന്ന് രാത്രി നടന്ന കരോൾ കൊട്ടേഷനില് നിനക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടെങ്കിൽ അതിന് പകരമായുള്ളൊരു മധുര പലഹാരം നിനക്കും കിട്ടും. പെട്ടെന്ന് ഇറങ്ങാൻ പറ ഷെഡിന്ന്. നിരഞ്ജൻ ഡോക്ടർ ഇങ്ങനെ കിടന്നാ പോരിനൊരു സുഖമില്ല. അതിരിക്കട്ടെ ശരത്തെ, ഈ എറണാകുളം ഭാഗത്ത് എവിടെയായിരുന്നു നിന്റെ വീട് അല്ലേടാ? എറണാകുളത്തോ? ആ, എറണാകുളം കേട്ടിട്ടില്ലേ? സീപോർട്ട് എയർപോർട്ട് റോഡില്. എനിക്കറിയില്ല. ആ, അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നീ പൂജാരി വളവെന്ന് കേട്ടിട്ടുണ്ടോ?